വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിൽ ധനവാനെയും ലാസറിനെയും കുറിച്ചുള്ള ഉപമ ഈശോ പറയുന്നുണ്ട്. സുഭിക്ഷമായ ജീവിതം നയിക്കുന്ന ധനവാൻ തൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ലാസറിനെയും പരിചയപ്പെടുത്തുന്നുണ്ട്. തനിക്ക് ചെയ്യാമായിരുന്ന നന്മ ധനവാൻ ചെയ്യാതിരിക്കുകയും ലാസറിനെ കണ്ടതായി പോലും ഭാവിക്കുകയും ചെയ്യാതിരുന്ന ധനവാൻ മരിച്ചതിന് ശേഷം നരകത്തിൽ പീഡകൾ അനുഭവിക്കുമ്പോഴാണ് അബ്രാഹത്തിൻ്റെ മടിയിൽ കിടക്കുന്ന ലാസറിനെ കാണുക. വെള്ളത്തിൽ മുക്കി ഒരു തുള്ളി തൻ്റെ നാവ് നനയ്ക്കുന്നതിന് വേണ്ടി അയക്കുവാൻ വേണ്ടി അബ്രാഹത്തോട് ചോദിക്കുമ്പോൾ അബ്രാഹം പറയുന്നുണ്ട്, സുഭിക്ഷമായി നീ ജീവിച്ചപ്പോൾ അവനെ കണ്ടതായി പോലും നീ ഭാവിച്ചില്ല. ഇപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു ഗർത്തമുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ചെയ്യാൻ സാധിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്ന നിമിഷത്തിൽ തന്നെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം ചില അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ അത് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഒരുപക്ഷെ ചില വ്യക്തികൾക്കാകാം, ചില സാഹചര്യങ്ങൾക്കാകാം, ഏതുമാകട്ടെ ഏതു സമയത്തും ദൈവത്തിൻ്റെ അടയാളമാണെന്ന ബോധ്യത്തിൽ അപ്രകാരം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഞാൻ ഓർക്കുക, 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ സഹായത്തിന് വേണ്ടി വരികയുണ്ടായി. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വലിയൊരു ഹോട്ടലിൻ്റെ മാനേജറായിരുന്നു. 2 ഹോട്ടലുകൾ അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ ഇടയ്ക്ക് സാമ്പത്തികമായി പ്രശ്നം വന്നപ്പോൾ ഹോട്ടലുകളെല്ലാം അടയ്ക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും സഹോദരിയുമൊക്കെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹോദരി പറഞ്ഞു, ബോംബെയിൽ പോയി ആത്മഹത്യ ചെയ്യും, ആരും അറിയില്ലല്ലോ. സങ്കടത്തോടുകൂടെ പറയുന്ന സമയത്ത് എല്ലാം പതിയെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ജീവിക്കുവാനായിട്ട് സഹായിക്കണം. വലിയ തുകയൊന്നും കൊടുക്കുവാനായിട്ട് സാധിക്കില്ല, ചെറിയൊരു സഹായം മാത്രം ചെയ്തു. അപ്പോൾ അദ്ദേഹം അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് പൈസയൊന്നും വേണ്ട, ഇത്രയും സമയം കേൾക്കാനുള്ള മനസ്സ് അച്ഛനുണ്ടായല്ലോ, അത് മതി. സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോൾ നാം കൊടുക്കുന്ന ഒരു പുഞ്ചിരിയാകാം, കേൾക്കുന്ന ചില വാക്കുകളാകാം, ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെ അംഗീകരിക്കുന്നതാകാം. ഏത് സമയത്തായാലും ദൈവം തരുന്ന അടയാളം തിരിച്ചറിയുവാനും അതുപ്രകാരം ജീവിക്കാനും നമുക്കും സാധിക്കട്ടെ.